ഇത് കൂലിങ്ങണിച്ചല്ലോ പിടി പക്ഷേ ഇതിൽ പെട്രോളില്ലേ? പെട്രോളൊക്കെ ഉണ്ടല്ലോ. പെട്രോൾ ആ അല്ല എവിടെ മാഷേ ഇഞ്ചിന്റെ ശൗലം ഇതുപോലത്തെ ലൂസായി കിടക്കാം. വൈകുന്നേരം പോരാ, ഞാൻ ശരിയാക്കി വെക്കാം. ഇത് പറയാൻ വേണ്ടി ഞാൻ 2 മണിക്കൂർ എന്നെ ഇവിടെ പിടിച്ചെടുത്തേ. ഞാൻ ആ PT പീരീഡിന്റെ ഇടയിൽ അച്ഛമ്മ കാണാതെ ചാടി വന്ന വിഷമം എനിക്കറിയുള്ളൂ. അവൻ്റെ ഒരു കുട്ടമണി. ഇതെന്താണോ? ഇത് നമ്പർ പ്ലേറ്റ് കംപ്ലൈന്റ് ആയിട്ട് വന്ന ആശാനെ. ഇഞ്ചിനൊന്നില്ലേ? ഇഞ്ചിനും ഇതാ ഊരാൻ പോകുന്നു. ടയറോ? ടയർ ഊരി വെച്ചു. അയ്യോ തണ്ടല്ലോതന മൂക്കിലോട്ടോ എവിടെയെങ്കിലും അത് ഊറ്റണ്ട, ഞാൻ പറ്റിച്ചു. എപ്പത്തി ഞാൻ അവല് സുബൈക്കെത്തി. ഇവിടെ ആകെ 3 വണ്ടിയേ ഉള്ളൂ. കാര്യം പറഞ്ഞ കുട്ടമണിന്റെ പിന്നാലെ 3 റൗണ്ട് ഓടണം. എട്ടോ മോനെ കുട്ടമണിയെ ഒന്ന് പുറത്തു വന്നേ. എന്താ വേണിക്കാ? എടാ വഴിത് വണ്ടി ഓഫാടാ, ഒന്ന് വന്നു നോക്കേ കുട്ടമണിയെ. മേതുനിക, നിങ്ങളെ വണ്ടിയുടെ ഇഞ്ചിന്റെ ശൗലം ഇത് ബോൾട്ട് ലൂസായി കിടക്കണം. നിങ്ങൾ വൈകുന്നേരം പോയി, ഞാൻ വണ്ടി ശരിയാക്കി വെക്കാം. എന്റെ പൊന്നു കുട്ടമണിയെ, എന്റെ ഭാര്യനെ വഴിയിൽ ഒറ്റക്കാക്കിട്ടേ വന്നിക്കണ്. ഓൾ അധികം നേരം അവിടെ ഒറ്റക്ക് നിർത്തിയാലേ എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റക്കാവും. എന്റെ പൊന്നു മുട്ടുമണിയില്ലേ, ഒന്ന് ശരിയായിക്കൊണ്ട് പ്ലീസ്. മേണിക്ക, പിന്നെ ഇനി ഇതുപോലെ കംപ്ലൈന്റ് വരികയാണെങ്കിൽ വഴി നിൽക്കുകയാണെങ്കിൽ ലേശം പെട്രോൾ അടിച്ചാൽ മതി കേട്ടോ. ഒരു 500 വലിയ ഉപകാരം മുട്ടമണിയെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി ഇതുപോലെ റോട്ടി വണ്ടി നിൽക്കുകയാണെങ്കിലേ ഒരു 150 രൂപയ്ക്ക് പെട്രോൾ അടിച്ചോളിതാ. വർഷാപ്പേട്ട ഒന്നുകൊണ്ട് വരുമോ? വർഷാപ്പേട്ട ഏട്ട ഒന്നും കൂടെ വരുമോ? ഒരു ചുരിദാറിന്റെ മണടിക്കുമ്പോഴത്തേനേ എല്ലാം ഇട്ടെറിഞ്ഞ് പാഞ്ഞല്ലേ മുട്ടമണി. വണ്ടി ഇഞ്ചിന്റെ ശൗലം ഇത് പോയിട്ട് ലൂസായി കിടക്കും. മോള് പിടിക്കണ്ട, ഇവിടെ വന്നിരുന്നു. ഈ ഏട്ടൻ ശരിയാക്കി ഏട്ടൻ വർഷാപ്പിക്കൊന്നല്ല, ഇവിടെ അടുത്തവിടെ ചെരുപ്പാടുള്ളത്. നിങ്ങളെ 1/2 കിലോമീറ്റർ നേരെ തുഴഞ്ഞു പോയാൽ ഇടത് ഭാഗത്തൊരു ചെരുപ്പട കാണാം. എന്നാ ശരി ചേട്ടന്മാരെ, ശരി വർഷാപ്പേട്ട. തോഞ്ഞു പോയിക്കോ. മുട്ടമണിയാ ഓള് പോയി. ഇവ എന്നാ ഇഞ്ചിന്റെ സാവലാമിതാണ് ഊരിക്കൂടി. എന്താ എനിക്ക് കുട്ടമണി ഉസൈൻ ബോൾട്ട് പോയി എടുക്കണല്ലോ ഇഞ്ചന്റെ ഷാവുല്ല ഇത്. കുട്ടമണ ആ ചുബന്റെ ഉള്ളിൽ കട കയറിക്കോ.